അപ്പോൾ എന്ന് വരെയാണ് രാമനാമം ജപിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരമാനന്ദപ്രദമായി നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സായംകാലത്ത് നമുക്കൊരു വാക്കിംഗ് സ്റ്റിക്കായി ഈ രാമനാമ ജപവും ഈ ശ്രീരാമ തത്വവും നമുക്ക് കൊണ്ടു നടക്കാനും ജീവിതം സന്തോഷപ്രദവും ആനന്ദപ്രദവുമായി കൊണ്ടു നടക്കാനും സാധിക്കും. അങ്ങനെ വ്യക്തിശുദ്ധി അപ്പോൾ അവൻ്റെ ധർമ്മം, ഗൃഹസ്ഥാശ്രമ ധർമ്മം ആചരിക്കാനുള്ള പ്രാപ്തിയാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഭർത്താവും, ഒരു നല്ല ഭാര്യയാവും, ഒരു നല്ല മകനാവും, ഒരു നല്ല അച്ഛനാവും, ഒരു നല്ല സുഹൃത്താവും, ഒരു ഉത്തമ പൗരനായി വളർന്നു വരും. ശ്രീരാമനെ പോലെ ഉത്തമ പൗരനായി വളർന്നു വരും. ഇതിൽ ഭയങ്കര തമാശയായിട്ടുള്ളതുണ്ട്. ഈ ലങ്കയിൽ പോകുന്നുണ്ടല്ല, ഈ രാവണ ഭയങ്കര സൗന്ദര്യമാണ്. അവിടെ മുഴുവൻ ധനത്തിൻ്റെ ഹെഡ് ഓഫീസാണ്. ഈ കോട്ടയെല്ലാം എല്ലാം മറ്റേ ഖുറാനിൽ പറയുന്നതൊക്കെ മൊത്തം വെള്ളിയാണ്, ഡോറ് മുഴുവൻ സ്വർണ്ണമാണ്. ഇതെല്ലാം കൂടി കണ്ടിട്ട് ആകെ ഇതുമായിട്ട് അവിടെ സീതേനെയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ ലക്ഷ്മണനെ കാണാനില്ല. ലക്ഷ്മണൻ ഹൂറിയുണ്ട്. തിരിഞ്ഞു നോക്കി, ലക്ഷ്മണ ഇങ്ങോട്ട് വാടോ. അല്ല ചേട്ടാ, എന്താടാ? ദേ നോക്കിയേ, വാതിൽ വരെ സ്വർണമാകുന്നുണ്ട്. വാതിൽ വരെ സ്വർണം. നീ നോക്കുന്ന സ്വർണ്ണല്ലേ മോനെ നോക്കുന്നത്? അതെ. അതൊന്നും കണ്ടിട്ട് ഭ്രമിക്കേണ്ട, നീ ഇങ്ങോട്ട് വാ. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. രാമായണം ഒരൊറ്റ വാക്കിൽ മാനവരാശിയോട് ഇവിടെ ആദികാവ്യത്തിലൂടെ വാത്മീകി ഋഷി പറയുന്നതാണ്. ഇന്നും നമുക്കത് പ്രാവർത്തികമാക്കാം, അന്ത്യനിമിഷം വരെ ഇംപ്ലിമെൻ്റ് ചെയ്യാം. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. എനിക്ക് സ്വർഗത്തേക്കാൾ വലുത്, എനിക്കെല്ലാത്തിനേക്കാൾ വലുത് എൻ്റെ രാഷ്ട്രമായ ഭാരതമാണ്. ലക്ഷ്മണ, സീതേനെയും കൂട്ടിയിട്ട് നമുക്കിപ്പോൾ